ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾ ചോദിക്കുമ്പോ ഞങ്ങളെ ഒരുമാതിരി കോമാളിയാക്കുന്ന രീതിയിൽ നീ ശീലാവധി കളിച്ചാൽ അറിയാലോ, ഒരുപാട് ഐറ്റംസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ദേ, ഈ നഖത്തിന്റെ ഇടയിലെ ഈർക്കിൽ കയറ്റുന്ന ഒരു പരിപാടിയുണ്ട്. നല്ല ജീവൻ അങ്ങ് പോവും. വെറുതെ ഈ ശരീരത്തിൽ ഇത്തരം കലാപരിപാടികളൊക്കെ നടത്തി കൊടുക്കേണ്ട അവസരം ഉണ്ടാക്കണോ? അതുകൊണ്ട് ഇതങ്ങ് സമ്മതിച്ചേക്ക്. വീട്ടിൽ മൊത്തത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോ വലിയ റിസ്ക് ഇല്ലാതെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി. സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലെ നീയും അതങ്ങ് ചെയ്തു. എന്താടി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു കൂസലില്ലാത്തെ? ചവിട്ടി നിന്റെ സർ, വന്ദന എന്നൊരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? അകത്ത് അവരുടെ മൊഴിയെടുക്ക. സർ, എസ് ഐ അദ്ദേഹം എവിടെയുണ്ട്? അദ്ദേഹമാണ് മൊഴിയെടുക്കുന്നേ. സർ, വന്ദന എന്റെ വൈഫാണ്. എനിക്ക് വന്ദന ഒന്ന് കാണണം. ഇനി അതൊക്കെ കോടതി കണ്ടാ മതി. നാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഭർത്താവായി എന്നെ കാണിക്കാതിരിക്കാൻ അവള് രാജ്യദ്രോഹ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് കാണണം അവളെ. ദേ, ഇവിടെ കിടന്ന് ഷോ കാണിച്ചാലുണ്ടല്ലോ, പിടിച്ച് ഞാൻ അകത്തിടും. അങ്ങനെ ന്യായം ചോദിച്ചു വരുന്നവരെ പിടിച്ചകത്തിടാനുള്ള വലിപ്പമൊന്നും കാണില്ല ഈ പോലീസ് സ്റ്റേഷന്റെ സെല്ലിന്. വെറുതെ വരട്ടാതെ പോടോ. ഈ ജഗനെ കുറെ ജയിലും പോലീസ് സ്റ്റേഷനും ഒക്കെ കണ്ടതാ. എന്താ ഇവിടെ? ഇവൻ ഇവിടെ കിടന്ന് പെർഫോമൻസ് കാണിക്കുന്നു സാറേ. പോലീസ് സ്റ്റേഷൻ അവന്റെ അമ്മായിയപ്പന്റെ വകയെന്ന വിചാരം. എന്റെ അമ്മായിപ്പന്റെ വകയൊന്നുമല്ല. ഈ പോലീസ് സ്റ്റേഷന് തറക്കല്ലിട്ടത് എന്നെ ജനിപ്പിച്ച തന്തയാ. പേര് പറഞ്ഞ ചിലപ്പോ അറിയായിരിക്കും. മുൻ MLA കരുണാകർ കുറുപ്പ്. അപ്പച്ചി പറയുന്നതൊക്കെ ശരി തന്നെയാണോ? സന്തോഷായി അപ്പച്ചി ഫോൺ വെച്ചേക്ക്, ഞാൻ പിന്നെ വിളിക്കാവേ. അയ്യോ, നിനക്കെന്താ വട്ടായി? നീ ചിരിച്ചങ്ങ് തകർക്കുവാണല്ലോ. സന്തോഷ വാർത്ത കേട്ട ചിരിക്കാതെ ഞാൻ പിന്നെ കരയണോ? നമ്മുടെ കുഞ്ഞിനെ നശിപ്പിച്ചില്ലേ, അവൾക്ക് നല്ല ഒന്നാന്തരം പണി കിട്ടി. അച്ഛൻ പറയാറുണ്ട് ഇപ്പൊ ദൈവം ഭയങ്കര സ്പീഡാണെന്ന്. ആ, ഇടയ്ക്കിടയ്ക്കെന്ത് വാചകം പറയാലോ? എന്താ അത്? പാടത്ത് പണിയും വരമ്പത്ത് കൂലിയെന്ന്. ഇപ്പൊ അതങ്ങ് സംഭവിച്ചു. മനസ്സിലായില്ല, കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കൊന്ന് നിന്റെ വന്ദന ചേച്ചിക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയെന്ന്. നിന്റെ വന്ദന ചേച്ചി മയക്കുമരുന്ന് കേസിൽ പെട്ടിപ്പോ പോലീസ് കസ്റ്റഡിയില്ല. നോ.